ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഒരു അടിപൊളി ക്യൂട്ട് റൊമാൻറ്റിക് ലവ് മൂവിയുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇത് വെറും ഒരു ലവ് മൂവി അല്ല, ഒരു ഫാന്റസി റൊമാൻറ്റിക് ലവ് മൂവിയാണ്. മൂവിയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ മൂവിയിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇത് വളരെയധികം ഫാന്റസി നിറഞ്ഞ ഒരു മൂവിയാണ്. ഈ മൂവിയിലെ സാധാരണ മനുഷ്യർക്കൊപ്പം തന്നെ ഗ്രേറ്റ് പവർ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പവേഴ്സ് ഒക്കെയുള്ള ഒരു ടീംസും കൂടി ഉണ്ട്. ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇവർക്ക് ജന്മന തന്നെ കുറച്ച് പവേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഇവരുടെ കൂട്ടത്തിൽ തന്നെ കുറെ സബ് ഡിവിഷൻസ് ഉണ്ട്. അതായത് കാറ്റിനെ നിയന്ത്രിക്കാൻ പറ്റുന്നവര് വിൻ പവർ ജനറേഷൻ ആയിരിക്കും. അതുപോലെ തീയെ നിയന്ത്രിക്കാൻ പറ്റുന്നവര് ഫയർ ജനറേഷനും, അതുപോലെ വെള്ളം, വായു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉണ്ട്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ പവർ ഉള്ള ജനറേഷൻ എന്ന് വെച്ചാല് അത് സൈമോറി വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അവർക്ക് എന്തായിരിക്കും നിയന്ത്രിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അവരുടെ കഴിവുകൾ ഒരുപാട് അധികമായിരിക്കും. എല്ലാവരുടെയും മൈൻഡിനെ വരെ കൺട്രോൾ ചെയ്യാനുള്ള പവർ അവർക്ക് ഉണ്ടാവും. എന്നാൽ ഈ കാറ്റഗറിയിൽപ്പെട്ട ചുരുക്കം ചില ആളുകളെ ഉണ്ടാവൂ. അതുപോലെ തന്നെ ഈ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ എവിടെയാണ് ഉള്ളത്, എവിടെയാണ് അവർ താമസിക്കുന്നത്, അല്ല ആരൊക്കെയാണ് എന്ന കാര്യത്തെ കുറിച്ച് ആർക്കും ഒരറിവും ഉണ്ടാവില്ല. ഇനി നമുക്ക് നേരെ മൂവിയിലേക്ക് കടക്കാം. മൂവി സ്റ്റാർട്ട് ആവുന്നത് തന്നെ നമ്മുടെ ഹീറോയിന്റെ വോയിസ് ഓവറോട് കൂടിയാണ്. ഞാൻ ഗ്രേറ്റ് പവർ ജനറേഷനിൽ ജനിച്ച ഒരു കുട്ടിയാണ്. പക്ഷേങ്കില് എനിക്ക് മറ്റുള്ളവരെ പോലെ ഒരു കഴിവുമില്ല. എന്റെ അച്ഛൻ വിൻ പവർ ജനറേഷനിൽ പെട്ട ആളാണ്. അമ്മയാണെങ്കിൽ സൈമോറി വിഭാഗത്തിൽപ്പെട്ടതാണ്. അവർ രണ്ടുപേരും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി കല്യാണം കഴിച്ചതാണ്. എനിക്ക് 3 വയസ്സുണ്ടാകുമ്പോൾ തന്നെ എന്റെ അമ്മ മരിച്ചുപോയി. അതിനുശേഷം അച്ഛൻ അദ്ദേഹത്തിന്റെ എക്സ് ലവറെ വിവാഹം കഴിച്ചു. അതിനുശേഷം അവർക്ക് ഒരു കുട്ടിയും ഉണ്ടായി. അവർ രണ്ടുപേരും വിൻ പവർ ജനറേഷൻ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ആ കഴിവുകളൊക്കെ കിട്ടി. അവൾ ഒരിക്കലും എന്നെ ഒരു സിസ്റ്റർ ആയിട്ട് പരിഗണിച്ചിട്ടേ ഇല്ല. അവൾ എപ്പോഴും എന്നെ ഒരു ജോലിക്കാരിയായിട്ടാണ് കാണാറ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹീറോയിൻ ഒരു കപ്പ് വെള്ളം കൊണ്ടുവയ്ക്കുന്നതാണ് കാണുന്നത്. അവൾ ആ വെള്ളം കുടിച്ചിട്ട് അതേ ചൂടുവെള്ളം തന്നെ നമ്മുടെ ഹീറോയിന്റെ മുഖത്ത് തന്നെ ഒഴിക്കുന്നു. അവളാണെങ്കിൽ ക്ഷമിക്കണം ക്ഷമിക്കണം, ഞാൻ ചൂടുവെള്ളം തന്നെ കൊണ്ടുവച്ചല്ലേ, ക്ഷമിക്കണം, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോ സിസ്റ്റർ പറയാണ് ആദ്യം തറയൊക്കെ തുടച്ച് വൃത്തിയാക്ക്. അത് കേട്ടിട്ട് പാവം നമ്മുടെ ഹീറോയിൻ തറയൊക്കെ വൃത്തിയായി തുടയ്ക്കുന്നുണ്ട്. എന്നാ ഇതൊക്കെ കണ്ടിട്ട് അവളുടെ അമ്മയാണെങ്കിൽ അവിടെ ഒന്ന് ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് അവളുടെ അച്ഛൻ അവിടെ വരുന്നത്. അയാൾ ഇതൊന്നും കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നിട്ട് അവളോട് പറയാണ്, നിന്റെ സിസ്റ്റർക്ക് വാട്ടർ പവർ ജനറേഷനിൽപ്പെട്ട ഒരാളുമായിട്ട് കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി പോവാണ്. നീ അവളുടെ ചേച്ചിയല്ലേ, അതുകൊണ്ട് തന്നെ അവളുടെ കല്യാണത്തിന് മുന്നേ നിന്റെ കല്യാണം നടക്കണം. അതുകൊണ്ട് തന്നെ ഫയർ ജനറേഷനിൽപ്പെട്ട ഒരാളുമായിട്ട് നിന്റെ ഡേറ്റിംഗ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നീ ഇനി മുതൽ അവിടെ വേണം താമസിക്കാൻ. അവിടെ താമസിച്ചിട്ട് അവന്റെ മനസ്സ് മാറ്റിയെടുത്തിട്ട് അവനെ കല്യാണം കഴിച്ച് അവിടെ കൂടാൻ വേണ്ടി നോക്കിക്കോ. ഒരു പക്ഷേ അവന് നിന്നെ വേണ്ട എന്ന് പറഞ്ഞാലും നീ ഈ വഴിക്ക് ഇനി വന്നേക്കരുത്. പാവം നമ്മുടെ ഹീറോയിന് ഒന്നും മിണ്ടാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ അങ്ങോട്ടേക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് അവന് കൊടുക്കാനുള്ള കുറച്ച് സമ്മാനപ്പൊതികളൊക്കെ കേട്ട് തയ്യാറാക്കി അവള് തന്നെ എല്ലാം ചുമന്നുകൊണ്ട് പോവാൻ ഒരുങ്ങാണ്. ആ സമയത്താണ് അവളുടെ സിസ്റ്ററെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ അവിടെ വരുന്നത്. അവൻ അവളോട് പറയാണ്, ഞങ്ങളുടെ കല്യാണം നിശ്ചയിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം വന്നത്. അപ്പോൾ അവള് പറയാണ്, ഏയ് കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ പറയാനുള്ള മനസ്സുണ്ടായല്ലോ, അത് തന്നെ വലിയ കാര്യമാണ് എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. അവൾ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന പയ്യന്റെ വീടിന്റെ വാതുക്കൽ തന്നെ ആക്കിയിട്ട് അവര് മടങ്ങി പോവാണ്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പാവം എല്ലാ കെട്ടുകളും തൂക്കിയെടുത്തോണ്ട് പതിയെ അകത്തേക്ക് നടന്നു പോവാണ്. എന്നിട്ട് അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഒരു പയ്യൻ തിരിഞ്ഞിരിക്കുന്നത് കാണാം. അവനോട് അവൾ ചോദിക്കുകയാണ്, നിങ്ങളാണോ മിയാൻ? ആണെങ്കിൽ ഞാനാണ് നിങ്ങൾ ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന പെൺകുട്ടി. എന്നെ സ്വീകരിക്കണം, ഞാൻ കൊണ്ടുവന്ന സമ്മാനങ്ങളും സ്വീകരിക്കണം എന്നും പറഞ്ഞ് അവൾ തലയും കുനിച്ച് നിൽക്കുകയാണ്. ഈ പയ്യനാണ് നമ്മുടെ ഹീറോ. അവനാണെങ്കിൽ അവള് മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നിട്ട് കുറെ സമയം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ഇപ്പോഴും അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അത് കണ്ടിട്ട് ഹീറോയ്ക്ക് ആകെ ഷോക്കായി പോയി. അവൻ അവളോട് ചോദിക്കുകയാണ്, ദിവസം മൊത്തം നീ ഇങ്ങനെ തന്നെ ഇരിക്കോ? എനിക്ക് ഞാൻ പറഞ്ഞാലേ എണീക്കൂ? ക്ഷമിക്കണം ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അറിയാതെ തെറ്റ് ചെയ്തു പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. നിനക്ക് ക്ഷമയല്ലാതെ മറ്റൊന്നും പറയാൻ അറിയില്ലേ? ആദ്യം നിന്റെ പേരെന്താണെന്ന് പറ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോയിൻ പറയാണ്, എന്റെ പേര് മിയോ. ഇവിടെ നിൽക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ എന്തൊക്കെ പറയുന്നോ അതങ്ങനെ തന്നെ അനുസരിക്കണം. ഞാൻ മരിക്കണം എന്ന് പറയുകയാണെങ്കിൽ അതുവരെ ചെയ്യാൻ നീ തയ്യാറായിരിക്കണം. എന്താ കേട്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോയിൻ ഒന്നും മിണ്ടാതെ തല ആട്ടുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ അന്ന് രാത്രി നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്നാൽ അവള് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്ന സമയത്ത് അവൾക്ക് എന്തൊക്കെയോ സ്വപ്നങ്ങളൊക്കെ വരാറുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് അവൾ എന്തെങ്കിലും പിച്ചുമ്പയൊക്കെ വിളിച്ചു പറയും. ഇപ്പോഴും അവൾ എന്തൊക്കെയോ പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ എഴുന്നേറ്റ് അവൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ്
സമയത്താണ് അവിടേക്ക് ആ വീട്ടിലെ ജോലിക്കാര് വരുന്നത്. അവരവളെ കണ്ടിട്ട് ആകെ ഷോക്കാവുന്നു. ആരാ നീ എന്ന് ചോദിക്കുന്ന സമയത്ത് അവള് പറയാണ്, ഞാൻ ഹീറോയെ ഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന പെൺകുട്ടിയാണ്. അത് കേട്ട് അവര് പറയാണ്, ഇങ്ങനെ അവനെ ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയോ പെൺകുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ആരും ഇതുപോലെ അടുക്കളയിൽ കയറിയിട്ടേ ഇല്ല. അത് മാത്രമല്ല അവന്റെ കണ്ടീഷൻസ് ഒക്കെ കേട്ടിട്ട് ഒരു പെൺകുട്ടി പോലും ഇവിടെ ഒരു രാത്രി തികച്ചിരുന്നിട്ടില്ല. നീ ശരിക്കും ഒരു പ്രത്യേക തരം ഐറ്റമാണ് എന്ന് അവര് പറയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയിന്റെ ഫുഡൊക്കെ ഹീറോയ്ക്ക് സെർവ് ചെയ്ത് കൊടുക്കാണ്. എന്നിട്ട് അവര് പറയാണ്, ഇതൊക്കെ ഇവൾ ഉണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോൾ ഹീറോ അവളോട് നീ തന്നെ ഇത് കഴിക്കുക എന്ന് പറയാണ്. ഹീറോയിനാകെ പേടിച്ച് അവൻ നോക്കുന്ന സമയത്ത്, ഓഹോ നീ തന്നെ കഴിക്കാൻ തയ്യാറായില്ല എങ്കിൽ അതിനർത്ഥം എന്താണ്, നീ ഇതിലെന്തോ വിഷം കലർത്തിയിട്ടുണ്ടെന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തോടെ അവളെ നോക്കുമ്പോൾ അവള് ഭയങ്കരമായിട്ട് പേടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കാണ്. അത് കണ്ടിട്ട് നമ്മുടെ ഹീറോ ഒന്നും വേണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഈ ഗ്രേറ്റ് പവർ ജനറേഷനിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് ഒരു ആർമിയുണ്ട്. ആ ആർമിയുടെ ക്യാപ്റ്റനാണ് നമ്മുടെ ഹീറോ. അവിടെ നമ്മുടെ ഹീറോയ്ക്ക് 3 ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ 2 പേര് കൂടിയിട്ട് ഒരു വണ്ടിനെ ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്യാണ്. ഹീറോ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അവര് പറയാണ്, ഇത്തരം വണ്ടുകൾ നമ്മുടെ നാട്ടിലിപ്പോ അധികമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇത് ഇവിടെ മുമ്പേ ഇല്ലാത്ത വണ്ടുകളാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഗ്ലാസ് ഒക്കെ പൊട്ടിത്തെറിച്ചിട്ട് ആ വണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയും അവന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഫ്രണ്ടും കൂടിയിട്ട് അവർ 2 പേരുടെയും പവർ ഉപയോഗിച്ചിട്ട് ആ വണ്ടിനെ അങ്ങനെ തന്നെ കംപ്രസ് ചെയ്തിട്ട് അതിനെ കൊല്ലുകയാണ്. ഇത്തരം വണ്ടികൾ ഇവിടെ ഒരുപാടുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? അപ്പോൾ തീർച്ചയായിട്ടും സൂക്ഷിക്കണം. നമ്മുടെ ടീമിനെ വിളിച്ചിട്ട് ഇത്തരം വണ്ടുകൾ എവിടെയുണ്ടെങ്കിലും അതിനൊക്കെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറയൂ എന്നും പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് നേരെ ജനറലിന്റെ അടുത്ത് പോയിട്ട് അവന് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. എന്നിട്ട് ആ വണ്ടിനെയും കാണിക്കാണ്. ഈ വണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഭയങ്കര ആപത്തുണ്ടാക്കും. ഇത് ഗ്രേറ്റ് പവർ ജനറേഷനിലുള്ള ആളുകളെയും ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു വണ്ടാണ്. ഇത്തരം വണ്ടുകൾ നമ്മുടെ നാട്ടില് കുറെ അധികം ഉണ്ട്. അതിനെയൊക്കെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് ജനറല് അവന് ഒരു പുതിയ ആളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവന്റെ പേര് കൊട്ടാക് എന്നാണ്. ഇവൻ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിൽ ഭയങ്കര ഇന്റലിജന്റ് ആണ്. നിനക്ക് ആരുടെ ഇൻഫർമേഷൻ വേണമെങ്കിലും ഇവൻ പറഞ്ഞു തരും എന്ന് പറയാണ്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹീറോ വീട്ടിലേക്ക് എത്തി നോക്കിയാല് നമ്മുടെ ഹീറോയിൻ വാതുക്കൽ തന്നെ അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവൻ വന്ന ഉടനെ തന്നെ അവിടെ കുനിഞ്ഞ് അവനോട് സോറി ചോദിച്ചുകൊണ്ട് നിൽക്കാണ്. രാവിലെ നടന്ന കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ സോറി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഇവിടെ എത്തിയതേ ഉള്ളൂ. അതിനു മുന്നേ തന്നെ ഭയങ്കര അധികാരമൊക്കെ ഉള്ളതുപോലെ ഞാൻ അടുക്കളയിൽ കയറി കുക്കൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുതന്നു. അത് എന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച ഏറ്റവും വലിയൊരു തെറ്റാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യണമായിരുന്നു. എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് കരയാണ്. ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയാണ്, ആദ്യം നീ നിന്റെ ക്ഷമ ചോദിക്കലൊന്ന് മതിയാക്ക് എന്നും പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് ഹീറോയിന്റെ കൈ അവൻ ശ്രദ്ധിക്കുന്നത്. അവളുടെ കൈ മുഴുവനും ഭയങ്കരമായിട്ട് മുറിഞ്ഞു പൊട്ടിയിട്ടൊക്കെയുണ്ട്. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടതിന്റെ എല്ലാ പാടുകളും അവളുടെ കയ്യിലുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ അവളുടെ കഴിഞ്ഞ കാലത്തെ കുറിച്ചിട്ട് അവൻ ഊഹിക്കാൻ പറ്റി. നീ എനിക്ക് ഫുഡൊക്കെ എടുത്തു വെക്ക്, ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാം എന്നും പറഞ്ഞിട്ട് അവൻ കുളിക്കാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് ഹീറോയിൻ വീണ്ടും സോറി ചോദിക്കുകയാണ്. കാരണം അവൾ ചൂടുവെള്ളമൊന്നും തയ്യാറാക്കിയില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്ന സമയത്ത് ഹീറോ പറയാണ്, ചൂടുവെള്ളമൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കും എന്നും പറഞ്ഞിട്ട് അവൻ കൈ ഒന്ന് ഞൊടിച്ചതും കയ്യിൽ ഭയങ്കരമായിട്ട് തീ കത്തുകയാണ്. കാരണം അവൻ ഫയറിന്റെ ശക്തിയുള്ള ആളാണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ ആ വെള്ളം ചൂടാക്കുകയാണ്. ഇത് കണ്ടിട്ട് അവൾ ആകെ ഷോക്കാവുന്നു. വെള്ളത്തിന് തീ കത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അത്ഭുതത്തോടെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് ചിരി വരികയാണ്. അവളുടെ ആ ഇന്നസെന്റ് ഫേസ് കണ്ടിട്ട് ഹീറോ ഭയങ്കരമായിട്ട് അവൾ ഇംപ്രസ് ആവുകയാണ്. ഈ സമയത്ത് അവൾ അവനോട് ചോദിക്കുകയാണ്, ഇതൊന്നും നീ ഇതിനു മുമ്പേ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലേ? അപ്പോൾ ഹീറോയിൻ പറയാണ്, ക്ഷമിക്കണം, ഞാൻ ഇതുവരെ ഇതൊന്നും കണ്ടിട്ടില്ല. ഈ സമയത്ത് ഹീറോ പറയാണ്, നീ എപ്പോഴും ഇങ്ങനെ ക്ഷമ ചോദിക്കുകയാണെങ്കിൽ നിന്റെ ക്ഷമയുടെ വില ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നീ ഒരിക്കലും ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ഷമ ചോദിക്കരുത്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഹീറോയിൻ വീണ്ടും ക്ഷമിക്കണം, ഞാൻ ഇനി ഒരിക്കലും ക്ഷമ ചോദിക്കില്ല എന്ന് പറയാണ്. നീ നന്നാവൂല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവളുടെ കയ്യിൽ ഒരു ഹെർബൽ പൗഡർ കൊടുക്കാണ്. എന്നിട്ട് അവളോട് പറയാണ്, 2 കൈകളും ഇട്ടിട്ട് ഈ ഹെർബൽ പൗഡർ ഈ വെള്ളത്തിൽ നന്നായിട്ട് ഇളക്കണം. അതിനുശേഷം നീ എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി. അതിനുശേഷം ഞാൻ വന്ന് കുളിച്ചോളാം എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. എന്നാ പോകുന്നതിന് മുന്നേ അവൻ അവളോട് പറയാണ്, നാളെ രാവിലെ നീ തന്നെ കുക്ക് ചെയ്തോ, ഇനി നീ അതില് വിഷം കലർത്തിയാൽ പോലും ഞാനത് കഴിച്ചോളാം എന്ന് പറയാണ്. ഇത് കേട്ട് നമ്മുടെ ഹീറോയിന് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നു.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ രാത്രി കിടക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ പാവം അന്ന് രാത്രിയും അവൾക്ക് ആ നൈറ്റ് മെയർസ് ഒക്കെ വരികയാണ്. പക്ഷെ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ നമ്മുടെ ഹീറോയിൻ എഴുന്നേറ്റിട്ട് ഭയങ്കരമായിട്ട് കുക്ക് ചെയ്തിട്ട് നമ്മുടെ ഹീറോയ്ക്ക് സെർവ് ചെയ്യാണ്. അവനാണെങ്കിൽ ഓരോന്നും കഴിച്ചു നോക്കിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്, നീ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് നമ്മുടെ ഹീറോയിൻ ഭയങ്കരമായിട്ട് കരയുന്നു. അത് കണ്ടപ്പോൾ ഹീറോ എന്താണ് ചോദിക്കുന്ന സമയത്ത് അവള് പറയാണ്, ആദ്യമായിട്ടാണ് ഞാൻ കുക്ക് ചെയ്തത് കഴിച്ചിട്ട് ഒരാൾ നന്നായിട്ടുണ്ടെന്ന് പറയുന്നത്. ഇത് കേട്ടപ്പോൾ ഹീറോ ചിന്തിക്കുകയാണ്, അവൾ ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നും ആലോചിച്ചിട്ട് അവൻ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നു. ഇതിനുശേഷം അവൻ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അവിടുത്തെ ഹെൽപ്പറായ ഹെലന എന്ന സ്ത്രീയെ വിളിച്ചിട്ട് അവൻ പറയാണ്, അവള് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നത് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് വൈകുന്നേരം വരുമ്പോൾ എന്നോട് പറയണം. ഇത് കേട്ട ഹെലന ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. കാരണം അവർക്ക് മനസ്സിലായി ഹീറോയ്ക്ക് അവളോട് ഒരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയെന്ന്. ഇതേ സമയം നമ്മുടെ ഹീറോയിന്റെ വീട്ടില് ഹീറോയിന്റെ സിസ്റ്ററെ കെട്ടാൻ വേണ്ടി പോകുന്ന ആ പയ്യന്റെ അച്ഛൻ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഹീറോയിന്റെ അച്ഛനോട് പറയാണ്, എനിക്ക് വേണ്ടത് നിങ്ങളുടെ മൂത്ത മകളെയാണ്. കാരണം അവളുടെ അമ്മ സൈമോറി വംശത്തിൽ ജനിച്ച സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര പവറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴവരുടെ മകൾക്കൊരു പക്ഷെ ആ പവർ ഉണ്ടായിരുന്നില്ലായിരിക്കാം, എങ്കിലും ആ കുട്ടി പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിന് ഒരു പക്ഷെ ആ പവർ ഉണ്ടാവാം. അത് എന്റെ മകന്റെ കുഞ്ഞായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതൊക്കെ കേട്ട ഹീറോയിന്റെ അച്ഛൻ പറയാണ്, അവള് ഞാൻ ഹീറോയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞു, ഇനി അവളെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ മകന് എന്റെ രണ്ടാമത്തെ മകളെ തരാം എന്നും പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഇതേ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടാവും. അവൻ പറയാണ്, നമ്മുടെ ഹീറോയിൻ സൈമോറി വംശത്തിൽപ്പെട്ട കുട്ടിയാണ്, അവരുടെ കഴിവ് എന്തൊക്കെയാണെന്ന് വെച്ചാല് അതെനിക്ക് അറിയില്ല. എന്നാൽ ഈ സമയത്താണ് കൊഡാക്ക് അവിടെ വരുന്നത്. ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നതില് ബ്രില്യന്റ് ആണ് എന്നും പറഞ്ഞിട്ട് ജനറൽ ഒരാളെ പരിചയപ്പെടുത്തിയില്ലേ അവൻ വന്നിട്ട് ഹീറോയോട് പറയാണ്, സൈമോറി വംശത്തിൽപ്പെട്ട എല്ലാവർക്കും മറ്റുള്ളവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ശരീരത്തിൽ നിന്നും അവരുടെ ആത്മാവിനെ പുറത്തേക്ക് എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടാവും. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോ ആകെ ഷോക്കാവാണ്. ഇങ്ങനെ ഒരു വംശമുണ്ടോ, ഞാനിത് ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ഹെലന അവനോട് വന്ന് പറയാണ്, അവള് രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടുജോലി മാത്രമാണ് ചെയ്തതെന്ന്. ഇത് കേട്ടപ്പോ ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നാണ്. അവൻ ഹീറോയിനോട് വന്ന് പറയാണ്, നാളെ എനിക്ക് ലീവാണ്, ഞാൻ ടൗണിൽ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ്, നീയും എന്റെ കൂടെ വരണമെന്ന്. ഇതൊക്കെ കേട്ടിട്ട് ഹീറോയിന് ഭയങ്കരമായിട്ട് പേടിയാവാണ്. അവള് പിറ്റേ ദിവസം രാവിലെ തന്നെ ഹെലനയുടെ അടുത്ത് പോയിട്ട് പറയാണ്, എനിക്ക് ടൗണിലൊക്കെ പോയിട്ട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല, ഞാൻ ഇതുവരെ വീട്ടിലിരിക്കുമ്പോൾ പുറത്തൊന്നും പോയിട്ടേ ഇല്ല, നീ എനിക്ക് എങ്ങനെയാണ് പുറത്തൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹെലന പറയാണ്, ആദ്യം പുറത്തു പോകണമെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവളെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഈ സമയത്താണ് ഹെലന ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, അവളുടെ കയ്യിലൊക്കെ ഭയങ്കര മുറിവുകളും പാടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും കാണാനില്ല. അതിനെക്കുറിച്ച് അവളോട് ചോദിക്കുമ്പോൾ അവള് പറയാണ്, അത് ഞാൻ ഹീറോയ്ക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് കുറെ ഹെർബൽ പൗഡേഴ്സ് ഒക്കെ കലക്കാറുണ്ട്, അതൊക്കെ കലക്കുന്നതിനിടയിൽ പതിയെ പതിയെ ഈ മുറിവുകളൊക്കെ പോയതാണ്. ഇത് കേട്ടപ്പോ ഹെലന ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് അവര് പറയാണ്, ഹീറോ സാധാരണ കുളിക്കുന്ന സമയത്ത് ഹെർബൽ പൗഡേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല, നിന്റെ കൈയൊക്കെ ഭേദമാവണം എന്ന് കരുതിയിട്ടാണ് അവൻ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നിന്നെ കൊണ്ട് ചെയ്യിച്ചത് എന്ന് പറയാണ്. അവൻ ഇതുവരെ ആരും ഇതുപോലെ കെയർ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിന് ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അവള് പറഞ്ഞു വിടാണ്. അവളാണെങ്കിൽ ഓടി വന്നിട്ട് സോറി കുറച്ച് ലേറ്റ് ആയിപ്പോയി എന്ന് പറയുന്ന സമയത്ത് ഹീറോ മെല്ലെ തിരിഞ്ഞു നോക്കാണ്. അവളെ കണ്ട് ഹീറോ ആകെ സ്റ്റണ്ണായി നിൽക്കാണ്. അവള് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഹീറോ അത് തന്നെ മതി മറന്ന് നോക്കിക്കൊണ്ട് നിൽക്കാണ്. പിന്നെ അവളെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഓരോ സ്ഥലവും കാണിക്കാണ്. ആ സമയത്ത് അവിടെ വെച്ചിട്ട് ഒരു ഡ്രസ്സ് കണ്ടിട്ട് അവള് ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് നോക്കാണ്. അപ്പോ ഹീറോ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അവള് പറയാണ്, ഇതേപോലൊരു ഡ്രസ്സ് ഇട്ടിട്ട് എൻ്റെ അമ്മയെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, അമ്മയെ ഓർമ്മയില്ലെങ്കിലും ഈ ഡ്രസ്സ് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് എന്ന് പറയാണ്. ഈ സമയം ഹീറോ അവളോട് പറയാണ്, എൻ്റെ അമ്മയും അതുപോലെ തന്നെയാണ്, കുട്ടിക്കാലത്തൊന്നും എൻ്റെ കൂടെ അത്ര അധികം ഒന്നും ഉണ്ടായിരുന്നേ ഇല്ല, എന്നെ നോക്കിയതൊക്കെ ഹെലനയാണ് എന്ന് പറയുന്ന സമയത്ത് ഹീറോയിൻ പറയാണ്, അപ്പോൾ എന്നെ പോലെ തന്നെയാണോ നിങ്ങളും എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് അവൾക്ക് റിയലൈസ് ആവാണ്. അവൾ എന്താ പറഞ്ഞത്, സോറി ഞാൻ എന്നെയും നിങ്ങളെയും കമ്പയർ ചെയ്യാൻ പാടില്ലായിരുന്നോ എന്ന് പറയുന്ന സമയത്ത് ഹീറോ പറയാണ്, നീ ഒന്നും തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, നീ നിന്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞതല്ലേ, അതിനെന്തിനാണ് പേടിക്കുന്നത്, അതിനെന്തിനാണ് നീ സോറി ചോദിക്കുന്നത്, നിനക്ക് എന്ത് കാര്യം ഇനി പറയണമെന്ന് തോന്നിയാലും എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ കണ്ണിൽ നോക്കി തുറന്നു പറയണം, ഓക്കെ എന്ന് പറയുന്ന സമയത്ത് ഹീറോയിന് തലയാട്ടാണ്. പക്ഷെ ഹീറോയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. കാരണം അവളോട് ഇതുപോലെ ആരും പെരുമാറിയിട്ടുണ്ടാവില്ല, എല്ലാവരും അവളെ ഒരു ജോലിക്കാരിയെ പോലെയല്ലേ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവാ.
അതിനുശേഷം അവൻ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാണ്. ആ സമയത്ത് അത് കഴിച്ചിട്ട് അവള് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവളെ ഭയങ്കര ക്യൂട്ടായിട്ട് ഹീറോയ്ക്ക് തോന്നുകയാണ്. ഹീറോ മെയ് മറന്ന് അവളെ തന്നെ സൈറ്റ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഹീറോയിനോട് അവൻ ചോദിക്കുകയാണ്, നിനക്ക് രാത്രിയൊക്കെ എന്തെങ്കിലും ദുസ്വപ്നം കാണുന്നുണ്ടോ? നീ രാത്രിയൊക്കെ എന്തെങ്കിലും പിച്ചും പേയൊക്കെ പറയുന്നത് കേൾക്കാം. എന്നാൽ ഇവരിങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് പോകുന്നത് കോഡാക്ക് കേട്ടോണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയം ആ ഗ്രാമത്തില് പവറുള്ള ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ചുമച്ചുകൊണ്ട് പോവാണ്. ഇതൊക്കെ ആ വണ്ടിന്റെ പണിയാണ്. ആ വണ്ടിന്റെ വിഷം തീണ്ടി എല്ലാവരും ഇതുപോലെ ചുമച്ചുകൊണ്ട് ഭയങ്കര സിക്കായിക്കൊണ്ട് പോവാണ്. നെക്സ്റ്റ് അവിടുത്തെ രാജകൊട്ടാരാണ് കാണിക്കുന്നത്. അവിടുത്തെ രാജാവാണെങ്കിൽ കിടപ്പിലാണ്. അദ്ദേഹത്തിനും ഒരു പവർ ഉണ്ട്. അദ്ദേഹം ഫ്യൂച്ചർ പവർ ജനറേഷനിൽ പെട്ട ഒരാളാണ്. ഭാവി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാൻ വേണ്ടി പറ്റും. അങ്ങനെ അദ്ദേഹം ഫ്യൂച്ചർ നോക്കി പറയാണ്, നമ്മുടെ ഹീറോയുടെ ആർമിയാണ് ഇനി ഫ്യൂച്ചറിൽ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന്. അങ്ങനെ അവിടുത്തെ രാജകുമാരൻ നമ്മുടെ ഹീറോയെ വിളിച്ച് സംസാരിക്കുകയാണ്. അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നീ വേണം ഇനി എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്നൊക്കെ പറയാണ്. ഈ സമയം നമ്മുടെ ഹെലനും ഹീറോയിനും മാർക്കറ്റിൽ പോയിരിക്കുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഹീറോയിനെ ഒരിടത്ത് നിർത്തിയിട്ട് ഹെലൻ മറ്റൊരിടത്ത് പോയിട്ട് സാധനം വാങ്ങുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഹീറോയിന്റെ സിസ്റ്ററും അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന പയ്യനും വരികയാണ്. അവള് ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ്, ഹേയ് നീ ഇവിടെയാണോ ഉള്ളത്? നിന്നെ ആ ഫയർ വംശത്തിൽപ്പെട്ട മിയാൻ എന്ന് പറയുന്ന ഒരുത്തിന്റെ അടുത്തേക്കല്ലേ അയച്ചത്? അവന് വേണ്ടി ഡേറ്റ് ചെയ്യാൻ വിട്ട എല്ലാ പെൺകുട്ടികളെയും ഭയങ്കര ക്രൂരമായിട്ട് അവിടെ നിന്ന് ഇറക്കി വിടുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നിന്നെ അതുപോലെ ഇറക്കി വിട്ടിരിക്കുകയാണോ? നീ അതുകൊണ്ട് റോഡിലൊക്കെ അലഞ്ഞു തിരിയാണോ? ഒരാഴ്ചക്കുള്ളിൽ നിന്റെ മരണവാർത്ത നമുക്ക് കേൾക്കേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവള് ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. ആ സമയത്ത് ആ പയ്യനാണ് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്നാൽ ഹീറോയിൻ അത്രയും സമയം അവളുടെ കരച്ചിലൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കുമായിരുന്നു. അവൾ അവിടുന്ന് പോയ ഉടനെ തന്നെ അവൾ പൊട്ടി കരയുന്നു. എന്നിട്ട് അവിടെ വീഴാൻ വേണ്ടി പോവാണ്. ആ സമയത്താണ് അവിടേക്ക് കൊടാക്ക് വന്നിട്ട് അവളെ പിടിക്കുന്നത്. ഇതേ സമയം ഹെലൻ ഓടി വന്നിട്ട് അവളെ പിടിച്ചിട്ട് സോറി എന്റെ മിസ്റ്റേക്ക് ആണ്, ഞാൻ അവളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാൻ വേണ്ടി പാടില്ലായിരുന്നു, ഒരുപാട് നന്ദിയുണ്ട് എന്ന് അവനോട് പറയുന്ന സമയത്ത് കുഴപ്പമില്ല എന്നവൻ പറയാണ്. ഒരു ദിവസം നിങ്ങൾ വീട്ടിലേക്ക് വരണം എന്ന് ഹെലൻ അവനോട് പറയുന്നുണ്ട്. അവൻ ഓക്കെ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് മറിഞ്ഞു പോവാണ്. എന്നാൽ ഇതേ സമയം നമ്മുടെ ഹീറോയിന്റെ വീട്ടിലാണുള്ളത്. അവൻ അവിടെ പോയിട്ട് നമ്മുടെ ഹീറോയിന്റെ അച്ഛനെയും അവളുടെ സ്റ്റെപ്പ് മദറേയും നന്നായിട്ട് വഴക്ക് പറയാണ്. അവളെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൾക്ക് ഒരു പവറും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളെ ഒരു ജോലിക്കാരിയെ പോലെ ട്രീറ്റ് ചെയ്തതും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനിപ്പോൾ അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്. എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ രണ്ടുപേരും വന്നിട്ട് അവളോട് ചെയ്ത എല്ലാ കാര്യത്തിനും സോറി ചോദിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് വംശത്തിനും ഇടയിലുള്ള എല്ലാ ബന്ധവും ഇതോടെ ഞാൻ കട്ട് ചെയ്യും. ഞാൻ എത്ര പവർഫുൾ ആയ ആളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ അവൻ മടങ്ങി പോകുന്ന സമയത്താണ് ആ സിസ്റ്റർ അവിടേക്ക് വരുന്നത്. അവൾ ഇവനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു. ആരായി ഹാൻസം ഗായ് എന്നും പറഞ്ഞിട്ട് അവൾ അവനെ നോക്കുന്ന സമയത്ത് അവളുടെ അമ്മയാണ് പറയുന്നത്, അതാണ് നിന്റെ ചേച്ചിയുടെ ഫിയാൻസി എന്ന്. അവൾക്ക് ഇത്രയും നല്ല പയ്യനോ എന്നും പറഞ്ഞിട്ട് അവൾ ഷോക്കായിട്ട് നോക്കുകയാണ്. പാവം ഈ സമയം അവളുടെ ഫിയാൻസി ആണെങ്കിൽ എന്നെ വിവാഹ നിശ്ചയം ചെയ്തിട്ട് നീ അവനെ സൈറ്റ് അടിക്കുന്നോ എന്നും ആലോചിച്ച് നിൽക്കാണ്. അന്ന് രാത്രി അവൻ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവളുടെ മുറിയിൽ എന്തോ ശബ്ദം കേൾക്കുന്നത് കണ്ടിട്ട് അവൻ അങ്ങോട്ട് പോയി നോക്കുന്ന സമയത്ത് ഹീറോയിൻ ഭയങ്കരമായിട്ട് ഉറക്കത്ത് എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഈ ഇരുട്ടുള്ള മുറിയിൽ ഇടരുത്, എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നു. എനിക്കറിയാം എന്റെ അമ്മയെ കൊന്നത് നിങ്ങളാണെന്ന്, എന്നെ ഇതുപോലെ ദ്രോഹിക്കരുത് എന്നൊക്കെ പറയാണ്. സത്യത്തിൽ നമ്മുടെ ഹീറോയിന്റെ അമ്മ മരിച്ചതിന് ശേഷം അവളെ അവളുടെ സ്റ്റെപ്പ് മദർ ഒരു ഇരുട്ടുള്ള മുറിയിൽ അടിച്ചിടാൻ വേണ്ടി കൊണ്ടുപോകും. ആ സമയത്ത് അവിടെ ഒരു ഹെൽപ്പർ ലേഡി ഉണ്ടായിരുന്നു. അവരവളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവളെ ജോലിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ഹീറോയിനെ കൊണ്ടുപോയിട്ട് ആ ഇരുട്ടുള്ള മുറിയിൽ കൊണ്ടുപോയി അടച്ചിടും. അതിനുശേഷമാണ് അവളെ എപ്പോഴും ഒരു ജോലിക്കാരിയെ പോലെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയതും പിന്നെ അവളെ സ്കൂളിലേക്കൊന്നും പറഞ്ഞു വിടാതിരുന്നതും. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ഭയങ്കരമായിട്ട് കരയാണ്, നിലവിളിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ്. നെക്സ്റ്റ് ഹീറോയിൻ എന്തോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അവൾ ആരാണെന്ന് പോയി നോക്കിയാല് അത് നമ്മുടെ ഹീറോയിനെ ചെറുപ്പത്ത് ഒരു ഹെൽപ്പർ ലേഡി നോക്കിക്കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവരാണത്. അവര് വന്ന ഉടനെ തന്നെ നമ്മുടെ ഹീറോയിന്റെ കാല് പിടിച്ച് കരയാണ്. എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ അമ്മ നിങ്ങളെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. എന്നാൽ എനിക്ക് നിങ്ങളെ ശരിക്കും നോക്കാൻ വേണ്ടി പറ്റിയില്ല. നിങ്ങളുടെ സ്റ്റെപ്പ് മദർ എന്നെ ആ വീട് വിട്ട് അടിച്ചിറക്കി. പിന്നെ എനിക്ക് മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പോവേണ്ടി വന്നു. ഇപ്പൊ ഞാൻ കല്യാണമൊക്കെ കഴിച്ച് 2 കുട്ടികളൊക്കെ എനിക്കുണ്ട്. ഇപ്പൊ നിങ്ങളും വലിയ കുട്ടിയായി. നിങ്ങളെ ഇപ്പോൾ ഹീറോ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമായി എന്നൊക്കെ പറയുന്ന സമയത്ത് ഹീറോയിൻ പറയാണ്, സത്യത്തിൽ എനിക്ക് ഒരു പവറും ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഹീറോയ്ക്ക് യോഗിച്ച പെണ്ണേ അല്ല. അതുമാത്രമല്ല ഇതുവരെയും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് പോലുമില്ല എനിക്ക്
പവേഴ്സ് ഒന്നും ഇല്ല എന്ന കാര്യം. ഹീറോയിൻ ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോ അവര് വന്നിട്ട് അവളോട് പറയാണ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ, നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത് വരെ അദ്ദേഹം തന്നെയാണ്. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്ന കേട്ടപ്പോ ഹീറോയിൻ ആകെ ഷോക്കാവാണ്. അവൾ പെട്ടെന്ന് ഹീറോയുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് ഹീറോയോട് ഒരുപാട് നന്ദിയൊക്കെ പറയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഒരു പവറും ഇല്ല, ഇതുവരെയും എനിക്ക് ഒരു പവറും ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് യോജിച്ച പെൺകുട്ടിയല്ല. നിങ്ങൾ നല്ല സൂപ്പർ പവറുള്ള ഒരു മനുഷ്യനാണ്. എന്നെ ഇത്രയും കാലം ഇവിടെ നന്നായിട്ട് നോക്കിയതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അവൾ അവളുടെ സ്വന്തം കൈകൊണ്ട് പിന്നിയ ഒരു റബ്ബർ ബാൻഡ് അവന് വേണ്ടി കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ പോവെന്ന് പറഞ്ഞാൽ ഞാൻ പോവാൻ തയ്യാറാണ്. ഇനി മരിക്കാൻ പറയുകയാണെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ്. ഓഹോ, അപ്പൊ നീ ഇവിടെ വിട്ട് പോവാൻ വേണ്ടി തയ്യാറായി വന്നിരിക്കുകയാണല്ലേ? അപ്പൊ നിനക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല അല്ലേ എന്ന് ഹീറോ ചോദിക്കാണ്. ആ സമയത്ത് ഹീറോയിൻ പറയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ജീവിച്ച സ്ഥലം എന്ന് പറഞ്ഞാല് അതിവിടെയാണ്. ഇത് കേട്ടപ്പോ ഹീറോ പറയാണ്, നീ പോയാ ഞാൻ പിന്നെ ആരാ കല്യാണം കഴിക്കുക എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോയിൻ ആകെ ഷോക്കാവുന്നു. എന്ത് കല്യാണോ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഹീറോ അവള് കൊടുത്ത അതേ ഹെയർ ബാൻഡ് അവളുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് അത് അവന്റെ തലയിൽ കെട്ടിക്കൊടുക്കാൻ വേണ്ടി പറയാണ്. എന്നിട്ട് അവൾ അത് കെട്ടിക്കൊടുക്കുന്ന സമയത്ത് ഹീറോ പറയാണ്, നിനക്ക് യാതൊരു സൂപ്പർ പവറും ഇല്ല എന്നതും അതുപോലെ തന്നെ നിന്റെ വീട്ടില് നിന്നെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന എല്ലാ കാര്യവും എനിക്ക് മുമ്പേ അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടേ ഇല്ല. നിന്നെ ഞാൻ ശരിക്കും സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ കല്യാണം കഴിക്കാനും ആഗ്രഹിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോയിന് ഭയങ്കരമായിട്ട് ഹാപ്പി ആവാണ്. ആ വണ്ട് പരുത്തിയ രോഗം കൊണ്ട് പല ആൾക്കാരും മരിച്ചു വീഴുന്നുണ്ട്. അതുപോലെ പല സൂപ്പർ പവറുള്ള ആൾക്കാരും ഒരു സോംബിയെ പോലെ പെരുമാറാനും തുടങ്ങിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയോട് പറയുമ്പോൾ അവൻ പറയാണ്, എല്ലാവരെയും ഒരിടത്ത് തന്നെ അടച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്തരം സൂപ്പർ പവറുള്ള ആൾക്കാർക്ക് ഭയങ്കര പവറായിരിക്കും. അവർക്ക് ഇങ്ങനെ സോംബിയെ പോലെ മാറുകയാണെങ്കിൽ അത് സാധാരണ ജനങ്ങളെ തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കാൻ കാരണമാവും. എന്നാൽ നമ്മുടെ ഹീറോയുടെ ആർമിക്കുള്ളിൽ തന്നെ പല ആൾക്കാരും ഇതുപോലെ ചുമച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ക്യാമ്പിലുള്ള സമയത്ത് അവിടേക്ക് ഹീറോയിൻ പെട്ടെന്ന് വരികയാണ്. നമ്മുടെ ഹീറോ തന്നെ ഷോക്കാവാണ്. അവന് കഴിക്കാനുള്ള ഫുഡ് എടുത്തോണ്ടാണ് അവൾ അവിടെ വരുന്നത്. പിന്നെ ഹീറോ അവന്റെ ഫ്രണ്ട്സിനൊക്കെ അവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ എൻജോയ് ചെയ്യാണ്. ഇതേ സമയം ആ നാട്ടിലെ ആ രോഗം ഭയങ്കരമായിട്ട് മൂർച്ഛിച്ചതായിട്ടും പല ആളുകളും സോംബി ആയിട്ട് മാറുന്നതായിട്ടൊക്കെ കാണിക്കുകയാണ്. നെക്സ്റ്റ് ഡേ ഹീറോയിൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഹീറോ കൊടുത്തുവിട്ടതാണെന്ന് പറഞ്ഞിട്ട് കുറെ സാധനങ്ങളുമായിട്ട് ഒരു സ്ത്രീ അവിടെ വരികയാണ്. അതിലാണെങ്കിൽ കുറെ മേക്കപ്പ് ഐറ്റംസ്, സെന്റ് ബോട്ടില്, ബാഗ്, പേഴ്സ്, ഡ്രസ്സ് അങ്ങനെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ കണ്ട് ഹെലന് തന്നെ ഭയങ്കരമായിട്ട് ഷോക്കാവാണ്. ആദ്യമായിട്ടാണ് ഹീറോയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നത്. അവൻ കൊടുത്തുവിട്ട സാധനങ്ങളില് അന്ന് നമ്മുടെ ഹീറോയിൻ അവളുടെ അമ്മയുടെ ഡ്രസ്സ് പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് കാണിച്ചിരുന്നില്ലേ, ആ ഡ്രസ്സും ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആവാണ്. ഇതേ സമയം അവൾക്ക് ഒരു ചീർപ്പും കൂടി അവൻ പ്രസന്റ് ചെയ്യാണ്. അതെടുത്ത് നോക്കുമ്പോൾ അവൾ ആകെ ഷോക്കാവുന്നു. കാരണം ആ ചീർപ്പ് അവളുടെ അമ്മ അവൾക്ക് കൊടുത്ത പോലത്തെ ഒരു ചീർപ്പാണ്. അത് ഭയങ്കര പഴയതായിട്ട് അവളുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇപ്പോ ഹീറോ അതുപോലെ ഒരെണ്ണം കൊടുത്തപ്പോ അവൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. എന്നാൽ ഇത് കണ്ടപ്പോ അവിടെ ഹെലന പറയാണ്, സത്യത്തിൽ ഈ നാട്ടിൽ ഒരു പെൺകുട്ടിയെ ഒരു പയ്യന് ഇഷ്ടപ്പെട്ട അവൾക്ക് ചീർപ്പ് കൊടുത്ത് പ്രപ്പോസ് ചെയ്യാറുണ്ട്. അപ്പോ ഹീറോ നിന്നെ പ്രപ്പോസ് ചെയ്തതാണ് എന്ന് പറയാണ്. എന്നാ ആ ഡ്രസ് ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയ നമ്മുടെ ഹീറോയിനെ കാണുന്നേ ഇല്ല. ഹെലന അവിടെ മുഴുവൻ നോക്കിയിട്ട് അപ്പോഴാണ് ഹെലനയ്ക്ക് മനസ്സിലാവുന്നത് ഹീറോയിനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന്. കാരണം അവളെ ചെരുപ്പൊക്കെ അവിടെ വീണ് കിടക്കുന്നുണ്ട്. ഹെലന ഇത് പറയാൻ വേണ്ടിയിട്ട് ഹീറോയുടെ അടുത്തേക്ക് ഓടിപ്പോവാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയിന്റെ സിസ്റ്ററെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരു പയ്യനുണ്ടായിരുന്നില്ലേ, അവൻ ഹീറോയുടെ അടുത്ത് ഓടിപ്പോയിട്ട് പറയാണ് ഹീറോയിനെ തട്ടിക്കൊണ്ടുപോയത് ഹീറോയിന്റെ വീട്ടുകാരാണെന്നും അവനും ഹീറോയിന്റെ സിസ്റ്ററും തമ്മില് പറഞ്ഞു വെച്ചിരുന്ന കല്യാണമൊക്കെ അവര് ക്യാൻസൽ ചെയ്തു. ഹീറോയെ അവൾക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അവൾ ചെയ്യുന്നതെന്നും പോരാത്തതിന് അവന്റെ അച്ഛനും അതിന് സപ്പോർട്ടാണ്. കാരണം അവന്റെ അച്ഛന് അവൻ ഹീറോയിനെ കല്യാണം കഴിക്കാനാണ് താല്പര്യം എന്നൊക്കെയുള്ള കാര്യങ്ങള് ഹീറോയോട് പറയാണ്. ഹീറോ പെട്ടെന്ന് തന്നെ അവിടേക്ക് പോവാണ്. ഈ സമയം നമ്മുടെ ഹീറോയിനെ കാണിക്കാണ്. അവളുടെ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്ററും കൂടിയിട്ട് അവളെ അടിച്ച് ഇഞ്ച പരിവാക്കിയിരിക്കുകയാണ്. അവളെ ഇനി അടിക്കാൻ ഒരു സ്ഥലം ബാക്കിയില്ല. പാവം അവൾക്ക് ജീവൻ ഉണ്ടെന്നേ ഉള്ളൂ. അത്രയും അവളെ ദ്രോഹിക്കുന്നു. ഹീറോയെ വേണ്ട എന്ന് പറഞ്ഞാൽ മാത്രം മതി, നിന്നെ ജാക്കിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നൊക്കെയാണ് അവര് പറയുന്നത്. ഹീറോയിൻ അതൊന്നും സമ്മതിക്കാൻ തയ്യാറല്ല. ഈ സമയം ഹീറോ അവിടെ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളെ അടിച്ചിടുക.
വിടാണ്. അവിടെ ഭയങ്കരമായിട്ട് തീയൊക്കെ കത്തിച്ചിട്ട് ഹീറോ എങ്ങനെയോ അവളുടെ റൂമിലേക്ക് കയറിയിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ സമയം ഹീറോയിന്റെ സ്റ്റെപ്പ് സിസ്റ്റർ അവിടെ വന്നിട്ട് പറയാണ്, അവൾക്ക് ഒരു പവറും ഇല്ല, ശരിക്കും നീ എന്നെയാണ് കല്യാണം കഴിക്കേണ്ടത്, എനിക്കാണ് പവറൊക്കെ ഉള്ളതെന്ന്. ഹീറോ തിരിഞ്ഞു നിന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. ഹീറോയുടെ ദേഷ്യം കൊണ്ട് അവിടെ മൊത്തം ആകെ സ്റ്റണ്ണായി പോവാണ്. ഇവളെന്റെ ജീവനാണ്, ആകാശം തന്നെ ഇടിഞ്ഞു വീണാലും നിന്നെ പോലെ ഒരുത്തിയെ ഞാൻ സെലക്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹീറോ അവിടെ നിന്ന് വരുന്നത്. അതിനുശേഷം കോട്ടാക്ക് ഹീറോയോട് വന്നിട്ട് പറയാണ്, ഹീറോയിന് ഇടയ്ക്കിടയ്ക്ക് ചില നൈറ്റ് മെയർസ് വരാറില്ലേ, അതിന് കാരണം എന്താന്ന് വെച്ചാൽ അവളുടെ ഉള്ളിലുള്ള അവളുടെ പവേഴ്സ് തന്നെയാണ്. അത് ശരിയാക്കണമെങ്കിൽ അവളുടെ സൈമോറി വംശത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ അത് സാധിക്കൂ. ഞാനും ഒരു സൈമോറി വംശത്തിൽപ്പെട്ട ആളാണ്, അവളെ ഞങ്ങൾക്ക് തന്നെ വിട്ടു തന്നേക്ക്. ഇനി അതല്ല അവളെ അങ്ങനെ തന്നെ വിടാനാണ് ഉദ്ദേശമെങ്കിൽ അവളുടെ ഉള്ളിലെ സൂപ്പർ പവർ തന്നെ അവളെ ഇല്ലാതാക്കും എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. ഹീറോ പെട്ടെന്ന് ഹീറോയിന്റെ അടുത്തേക്ക് ഓടിച്ചിന്ന് നോക്കുമ്പോൾ ഹീറോയിൻ ഉറക്കത്തിലാണ്. അവൾ എന്തൊക്കെയോ പിച്ചും പോയി പറയുന്നുണ്ട്. ഹീറോ അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഹീറോയെ കണ്ടിട്ട് തന്നെ അവൾ ഭയങ്കരമായിട്ട് പേടിച്ച് ഓടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഹീറോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ ഹഗ് ചെയ്യാണ്. പിന്നെ വേറൊരു വഴിയില്ലാന്ന് മനസ്സിലാക്കി ഹീറോ ഭയങ്കര സങ്കടത്തോടെ ഹീറോയിനെ കൊട്ടാക്ക് പറഞ്ഞിടത്തേക്ക് കൊണ്ടുപോയി വിടുകയാണ്. ഹീറോയിൻ ആദ്യം സമ്മതിക്കുന്നില്ല എങ്കിലും ഹീറോ നിർബന്ധിപ്പിച്ച് അവളെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് അവിടെ വിട്ടിട്ട് വരികയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവന്റെ ക്യാമ്പിലേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാരും സോംബി ആയിട്ട് മാറിയിട്ട് പരസ്പരം അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അവന്റെ ഫ്രണ്ട്സിൽ പലരും അങ്ങനെ സോംബി ആയിട്ട് മാറിയിട്ടുണ്ട്, ഒരാൾ മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. അപ്പോൾ അവൻ അവന്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് അവിടെ ഒരു ഗ്ലോബ് ഉണ്ടാക്കുകയാണ്. കാരണം അവിടെയുള്ള ആളുകൾ പുറത്തു പോവുകയാണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് പോലും ഭയങ്കര ആപത്തായിരിക്കും. ആ ഗ്ലോബിനുള്ളിൽ തന്നെ അവര് ബാക്കിയാവുകയാണെങ്കിൽ അതിനുള്ളിൽ തന്നെ അവരെ തടഞ്ഞു വെക്കാം എന്നാണ് ഹീറോ വിചാരിക്കുന്നത്. അങ്ങനെ ഹീറോയും അവരെ അറ്റാക്ക് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ സമയം കൊട്ടാക്ക് വന്നിട്ട് അവന്റെ ഗുരുജിയോട് പറയാണ്, ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ ക്യാമ്പ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് സോംബിയുടെ അണ്ടറിൽ വന്നിരിക്കുകയാണ്. അവരവിടെ ഒരു ഗ്ലോബ് സൃഷ്ടിച്ചിട്ട് അതിനകത്ത് തന്നെ എല്ലാവരെയും അടച്ചു വെക്കാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അതിനകത്ത് തന്നെ എല്ലാവരും പരസ്പരം അടിച്ച് എല്ലാവരും ഇല്ലാതാവാൻ പോവുകയാണ്. കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഹീറോയിൻ ഇതൊക്കെ കേൾക്കാണ്. അതൊക്കെ കേട്ടിട്ട് ഞാൻ ഹീറോയെ രക്ഷിക്കാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് ഓടുന്ന സമയത്ത് കൊട്ടാക്ക് അവളുടെ കൈ കയറി പിടിക്കുകയാണ്. കൊട്ടാക്കിനെ അവൾ തിരിഞ്ഞൊരു അറ്റാക്ക് ചെയ്യാണ്. അവിടെ മൊത്തം ആകെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാറാണ്. കൊട്ടാക്കിന്റെ കണ്ണിൽ നിന്ന് തന്നെ ബ്ലഡ് ഒക്കെ വരികയാണ്. ഇത് കണ്ടിട്ട് കൊട്ടാക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഗുരുജി പറയാണ്, സൈമോറി വംശത്തിൽ തന്നെ ചില സ്ത്രീകൾക്ക് ഭയങ്കരപ്പെട്ട കഴിവുകളൊക്കെ ഉണ്ടാവും. അതായത് ചില സ്ത്രീകൾക്ക് ഒരുപാട് പേരെ ഒരു സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടാവും. അതുമാത്രല്ല അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി പവറുള്ള ആളുകളായിരുന്നു നീയും നിന്റെ അമ്മയും ഒക്കെ. നീയും ഹീറോയും ഒന്നാവരുത് എന്നത് രാജാവിന്റെ ഉത്തരവാണ്. കാരണം നീയും ഹീറോയും ഭയങ്കരമായ പവറുള്ള ആളുകളാണ്. നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഈ രാജ്യം തന്നെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഭരിക്കുമെന്നത് രാജാവ് ഫ്യൂച്ചർ കണ്ട് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ പിരിക്കാൻ തീരുമാനിച്ചത് എന്നൊക്കെ ആ ഗുരുജി പറയാണ്. നിന്റെ ഈ പവർ കൊണ്ട് നിനക്കൊരു ദോഷവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ കുട്ടിക്കാലത്ത് തന്നെ നിന്റെ അമ്മ നിന്റെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് നിന്റെ ഉള്ളിലെ പവർ നിന്നിൽ തന്നെ അടക്കി വെച്ചത്. അതുകൊണ്ടാണ് നിനക്ക് ഇടയ്ക്കിടയ്ക്ക് നൈറ്റ് മെയർസ് ഒക്കെ വരാൻ തുടങ്ങിയത്. ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഹീറോയിൻ അവിടെ വിട്ട് ഓടി ഹീറോയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ കൊട്ടാക്ക് അവളെ തടയുന്നുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ അവിടെ നിന്ന് ഹീറോയുടെ അടുത്തേക്ക് പോവുകയാണ്. അവൾ ആ ഗ്ലോബൊക്കെ വേദിച്ച് അതിനകത്തേക്ക് കിടക്കുമ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന അത്രയും ആൾക്കാരുടെ മൈൻഡും കൺട്രോൾ ചെയ്തിട്ട് അതിലുണ്ടായിരുന്ന വണ്ടിന്റെ ആ ശക്തി മാത്രം പുറത്തേക്ക് എടുക്കാണ്. എന്നിട്ട് എല്ലാവരോടും പറയാണ്, ഇപ്പൊ ആ വണ്ടിനെ അറ്റാക്ക് ചെയ്യുമെന്ന്. അങ്ങനെ എല്ലാവരും അവളുടെ കൺട്രോളിലായിട്ട് ആ വണ്ടിനെ അറ്റാക്ക് ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ വണ്ടിന്റെ ശക്തികളും ഇല്ലാതാവുകയാണ്. സത്യത്തിൽ ഈ സീനൊക്കെ മൂവിയിൽ കാണാൻ ഭയങ്കര അടിപൊളിയായിരിക്കും. ഈ സമയം നമ്മുടെ ഹീറോയിനെ അവളുടെ അമ്മ വന്നിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നത് പോലെയും അവൾക്ക് കഴിവുകളൊക്കെ കിട്ടിയ കാര്യത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചിട്ട് അവളെ വിട്ടു പോകുന്ന പോലെയും തോന്നുകയാണ്. എന്നാൽ ആ സമയം നമ്മുടെ ഹീറോ അവളെ ഓടി വന്നിട്ട് ഹഗ് ചെയ്യാണ്. ഇതേ സമയം കൊട്ടാരത്തിലാണെങ്കിൽ രാജാവ് മരിച്ചു പോവുകയാണ്. പിന്നെ അവിടുത്തെ രാജകുമാരൻ ഹീറോയോട് വന്നിട്ട് സോറി ചോദിക്കാണ്. എല്ലാ പ്രശ്നത്തിനും കാരണം എന്റെ അച്ഛനാണ്. എന്നാൽ നീ എപ്പോഴും എന്റെ ഫ്രണ്ടായിരുന്നു. ഞാൻ എപ്പോഴും നിന്നെ അങ്ങനെയാണ് കാണുന്നത്. നീ എപ്പോഴും എന്റെ ഫ്രണ്ടായി തന്നെ ഇരിക്കണം എന്ന് പറയാണ്. ഹീറോയും അത് സമ്മതിക്കുകയാണ്. ഇതിനൊക്കെ ശേഷം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോ വാങ്ങിച്ചു കൊടുത്ത ആ ഡ്രസ്സ് ഇട്ടിട്ട് അവിടെയൊക്കെ നടക്കുകയാണ്. എന്നിട്ട് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഹീറോയെ കാണാൻ വേണ്ടി പോവുകയാണ്.
ഹീറോയെ കണ്ട ഉടനെ അവള് പറയാണ്, നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്ന ആ ചീർപ്പുണ്ടല്ലോ, അത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിൽ വിട്ട് പൊട്ടിപ്പോയി. അപ്പോൾ ഹീറോ പറയാണ്, അത് സാരമില്ല, നമുക്ക് പുതിയൊരെണ്ണം വാങ്ങാം. എന്നാ ഹീറോയിൻ പറയാണ്, ഇല്ല, എനിക്ക് അത് ഭയങ്കര പ്രഷ്യസ് ആയതാണ്, പൊട്ടിപ്പോയാലും ഞാൻ അത് തന്നെ വെച്ചോളാം. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഹീറോ അവളുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ഞാനൊരു ക്യാപ്റ്റനാണ്, ഒരു വലിയ ആർമിയുടെ ക്യാപ്റ്റൻ. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് യുദ്ധങ്ങളും ഒക്കെ കാണേണ്ടി വരും. അപ്പോൾ അതിലൊക്കെ നീ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, ഞാൻ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കണമെന്ന്. ഞാൻ മരിക്കാൻ പറഞ്ഞാ നീ മരിക്കാനും തയ്യാറാവണമെന്ന്. നീ മരിക്കൊന്നും വേണ്ട, പകരം എന്നെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ നമ്മുടെ ഹീറോയിന് ചിരി വരാണ്. അപ്പോ ഹീറോ ചോദിക്കാണ്, എന്താ ഒന്നും മിണ്ടാത്തത്? മരിക്കുന്നത് എന്നെ കല്യാണം കഴിക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ടോ എന്ന് പറയുമ്പോ ഹീറോയിൻ പിന്നെയും ചിരിക്കുകയാണ്. എന്നിട്ട് ഹീറോയിൻ പറയാണ്, ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ കല്യാണം കഴിക്കാം എന്നും പറഞ്ഞിട്ട് അവൾ അവനെ ഹഗ് ചെയ്യാണ്. അങ്ങനെ ഇതോടെ ഈ മൂവി എൻഡ് ആവുകയാണ്. ഇത്തരം മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.